ഹായ്, നിങ്ങളൊരു കാട്ടിലൂടെ നടന്നു പോയപ്പോൾ ഒരു പാമ്പ് വന്ന് കടിച്ചു എന്ന് കരുതുക. നിങ്ങൾ എന്നാ ചെയ്യും? ഓടിപ്പോയി ആ പാമ്പിനെ കണ്ടുപിടിച്ച് അതിനെ അടിച്ച് കൊല്ലാൻ നോക്കോ, അത് എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ നോക്കോ? അതുപോലെ തന്നെയുള്ളൂ നമ്മുടെ ലൈഫിലും. നമ്മൾ വിചാരിക്കാത്ത പല ആളുകളും നമ്മൾ വിചാരിക്കാത്ത ടൈമിൽ നമ്മുടെ ലൈഫിൽ കടന്നു വരും. എല്ലാവരും എപ്പോഴും പോസിറ്റീവ് തന്നെ പറയണമെന്നില്ല. ഒരുപാട് പേര് നമ്മളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ നോക്കും. ചിലരിപ്പം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പറയും. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ചിലര് കുറച്ച് വണ്ണമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് വണ്ണമെന്ന് പറയും. ഇച്ചിരി എല്ലിച്ചിരിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഭയങ്കര സ്ലിമ്പാന്ന് പറയും. അതുപോലെ നമ്മളുടെ കളറിനെ കുറിച്ച് കുറ്റം പറയും, നമ്മുടെ കഴിവിനെ കുറിച്ച് കുറ്റം പറയും. ഇതിലെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ടൈം നമുക്ക് ലോസ്റ്റ് ആവും. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബിക്കോസ് അവർ വെറുതെ ഒന്നും പറയത്തില്ല. അവർ പറയണമെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം അവർ കണ്ടിട്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. മേ ബി നിങ്ങൾ പോകുന്നത് കറക്റ്റ് ഡയറക്ഷനിലായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആവുന്നത് കണ്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ലൈഫ് എൻജോയ് ചെയ്യുക, നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഫ്രണ്ടിലേക്ക് പോവുക. ലൈക്ക് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പരുന്തിനെ എല്ലാവരും കല്ലെറിയുമ്പം പരുന്ത് കൂടുതൽ ഉയരത്തിൽ പറക്കും. സോ കല്ല് പരുന്തിന്റെ അടുത്ത് എത്തില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.